ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബലൂൺ സ്ലീവും അതുപോലെ ഫ്രണ്ട് നെക്ക് പെറ്റൽ പാൻ വെച്ചിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ ബാക്കിൽ ഇൻവിസിബിൾ സിബൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിങ് എങ്ങനെയെന്ന് കാണാം. ഇതുപോലെ 3 ബ്ലൗസ് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഗോൾഡൻ കളറ്, അതുപോലെ പിങ്ക് കളറ്. ഈ ഒരു ഗ്രേ കളറിലാണ് ഇന്ന് കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഈ ഒരു മെറ്റീരിയലാണ് ഈ ഒരു ബ്ലൗസിന് കസ്റ്റമർ തന്നത്. കണ്ടല്ലോ, ഇതേപോലെ നല്ല തിളക്കമുള്ളൊരു ക്ലോത്താണ്. ഓർഗൻസയുമല്ല, ജോർജറ്റുമല്ല, അങ്ങനെ അതിലും ഇടയിൽ വരുന്നൊരു ക്ലോത്ത്. അപ്പോൾ അതിന് വേണ്ടി ലൈനിങ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ബ്ലൗസ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പീസ് 2 ഫോൾഡറായി മടക്കി അതിൻ്റെ എഡ്ജ് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടി 2 ഫോൾഡറായി മടക്കി ബ്ലൗസിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ലെങ്ത്ത് 16 ആണ്. അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 18 അടയാളപ്പെടുത്തുക. ഇനി അടുത്തതായി ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ആം ഹോള് 6.5. ഇനിയൊരു കർവ് വരയ്ക്കുക. അടുത്തതായി ചെസ്റ്റ് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് 9, അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസും ചേർത്ത് 11 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി വേസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തുക. അതിന് മുന്നേ ആയിട്ട് വേസ്റ്റിൻ്റെ അവിടെ നിന്നും ടക്ക് ഉണ്ടല്ലോ, അതിന് വേണ്ടി നമുക്ക് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താനുണ്ട്. വേസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് നെക്ക് അടയാളപ്പെടുത്തുക. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 4, വിഡ്ത്ത് 2.25. അതിനുശേഷം പോയിൻ്റ് അടയാളപ്പെടുത്തുക. നമുക്ക് എത്രയാണ് പോയിൻ്റ്? 9.5, 10 ഇഞ്ച്. 10 ഇഞ്ചിലാണ് ഞാൻ ഈ പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത്. പോയിൻ്റിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച്. 4 ഇഞ്ചിൽ 10 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തും പോയിൻ്റ് അടയാളപ്പെടുത്തി. ഇനി അതിന് ശേഷം ഈ ഒരു കർവിൽ നിന്നും ഇതുപോലെ ഷേപ്പ് ചെയ്യുക. അതുപോലെ താഴേക്കും 2 ഇഞ്ച് വിഡ്ത്തിൽ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഏറ്റവും താഴെയായിട്ട് 1 ഇഞ്ച് ഓരോ സൈഡിലും ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തുക. അല്ലോ, 2 സൈഡിലും 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി 2 ഭാഗത്തും മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുക. കണ്ടല്ലോ, ഇതുപോലെ വരച്ചു. ഇനി ആ ഒരു ടെക്കിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുക. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ്. ഇനി ഈ ഒരു അടയാളപ്പെടുത്തിയ ടെക്ക് മാർക്ക് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തുക. 8 ഇഞ്ചാണ്. അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. ഇനി അതൊന്ന് വരച്ചെടുക്കാം. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം കട്ടിങ് അറിയാത്തവർക്കും കട്ടിങ് തുടങ്ങുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് വളരെ ഈസി ആയൊരു മെത്തേഡാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പം ബാക്കിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 1 ഇഞ്ച് വിഡ്ത്ത് ഒഴിവാക്കിയിട്ട് വേണം ബാക്ക് പാർട്ടിൽ ഈ ഒരു ഫ്രണ്ട് പാർട്ട് വെച്ച് വെട്ടാൻ. കണ്ടല്ലോ, 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു ലൈനിൽ ഫ്രണ്ട് പാർട്ട് വെച്ച്
അതേ അളവിൽ കട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ ആം ഹോൾ കുഴിച്ചാണ് വെട്ടിയത്. ബാക്ക് പാർട്ടിൽ 1/2 ഇഞ്ച് കുഴിക്കാതെ വെട്ടുക. കണ്ടല്ലോ, നമ്മുടെ ബാക്ക് പാർട്ടും അതേ അളവിൽ തന്നെ കട്ട് ചെയ്തു. ബാക്ക് പാർട്ടിൽ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് 1/2 ഇഞ്ച് വിടുത്തെടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടല്ലോ, ഇതുപോലെ. ഇനി ഈ ഒരു കട്ടിങ് നമുക്ക് മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്യാം. ഈ ഒരു ലൈനിങ് വെച്ചിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. നമ്മൾ വരച്ച ടക്ക് മാർക്കിലൊക്കെ ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുന്നത്. ഇനി മെയിൻ ക്ലോത്ത് എടുത്ത് 2 ഫോൾഡറാക്കി മടക്കി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതേ ലൈനിങ് വെച്ച് അതേ അളവിൽ കട്ട് ചെയ്യുക. ഈ ഒരു ക്ലോത്ത് പിടിച്ചോർത്ത് കിട്ടാത്ത ക്ലോത്ത് ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ടും കാണണം. അപ്പോൾ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്തണം. അതാരും മറക്കരുത്. എന്നാലാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കറക്റ്റിൽ വെക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കട്ടിങ് കഴിഞ്ഞു. ഇനി സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അതിന് ലൈനിങ് വെക്കാതെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം 4 ഫോൾഡറായി ക്ലോത്ത് മടക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ 4 ഫോൾഡറായി മടക്കുക. ബലൂൺ സ്ലീവാണ് ഇത് കട്ട് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. ലെങ്ത്ത് ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. ഇനി വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴെ വരെ 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി 5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി മുകളിൽ നിന്നും താഴേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി അങ്ങോട്ട് കർവ് വരയ്ക്കുക. നല്ല ഇതുപോലെ നല്ല കുഴിച്ച് കർവ് വരച്ചതിന് ശേഷം താഴേക്ക് ഇതുപോലെ വരയ്ക്കുക. ഇനി കട്ട് ചെയ്യുക. അപ്പം ഈ ഒരു കട്ടിങ് വീഡിയോ ഇത്രമാത്രമുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായി ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ വിടും. എല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.